കണിയാരല്ലേ? അതെ. ഞാനൊന്ന് സമയം നോക്കാൻ വന്നതാ. വരിക. ഞാൻ നോക്കിക്കോളൂ. മണിയായി പോയിക്കോളൂ. ആ, സന്തോഷായി. കല്യാണരാമൻ എന്ന സിനിമയിലെ രസകരമായ രംഗം അവതരിപ്പിച്ചുകൊണ്ട് അങ്ങ് തുടങ്ങാമെന്ന് കരുതി. അത് പോട്ടെ, വിഷയം സമയം. ഈ ലോകത്ത് പണത്തേക്കാൾ അമൂല്യമായതും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്തതുമായ ഒന്നാണ് സമയം. സമയം അതെല്ലാവർക്കും ഒരുപോലെയാണ്. അമേരിക്കൻ പ്രസിഡന്റിനായാലും ഇന്ത്യൻ പ്രസിഡന്റിനായാലും എനിക്കായാലും നിങ്ങൾക്കായാലും ഏത് പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ കിട്ടുന്ന കാര്യമാണ് ഒരു ദിവസത്തെ 24 മണിക്കൂർ. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് സമയം. നമ്മളോട് തന്നെ പറയുന്ന ഏറ്റവും വലിയ നുണ എനിക്ക് സമയമില്ല എന്ന്. സമയത്തിനെ ആര് ഫലപ്രദമായി ഉപയോഗിക്കുന്നുവോ അവർ ജീവിതത്തിൽ വിജയിക്കും. ഒരു കഥ പറയാം. എല്ലാ ദിവസവും ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 86,400 രൂപ ഇടുന്നു. അല്ലെങ്കിൽ 86,400 രൂപ വേണ്ട, അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇടുന്നു. അതിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ദിവസത്തിന്റെ അവസാനം രാത്രിയിൽ നിങ്ങൾ ഉപയോഗിക്കാത്തതെല്ലാം അക്കൗണ്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതിലുള്ള പൈസ മുഴുവനും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് സമയവും. നമ്മുടെ ഓരോ ദിവസവും തുടങ്ങുമ്പോഴും നമ്മുടെ കൈകളിലേക്ക് 86,400 സെക്കൻഡുകൾ കിട്ടുന്നു. നമുക്ക് സ്വന്തം എന്ന് പറയാവുന്ന നിമിഷങ്ങൾ. നമ്മൾ മടി കാരണം മാറ്റിവെക്കുന്ന ഓരോ സെക്കൻഡും അത് പാഴായി പോവുകയാണ്. ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചിന്തിക്കണം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയത്തെക്കുറിച്ച്. ഇനി മുതൽ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തെയും സമയത്തെയും ബഹുമാനിക്കുമെന്ന്. എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ഇന്ന് തൊട്ട് ചെയ്തു തുടങ്ങുക. ഇന്ന് പറയും നാളെ ചെയ്യാമെന്ന്, നാളെ പറയും മറ്റൊരു ദിവസം. അങ്ങനെ നമ്മൾ നമ്മളോട് തന്നെ നുണ പറയാതിരിക്കുക. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവോ? എങ്കിൽ സമയം പാഴാക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.